ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇൻഡോർ പ്ലാന്റ്സിനെ കുറിച്ചും പോട്ട്സിനെ കുറിച്ചും എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യണത്. ഇൻഡോർ പ്ലാന്റ്സ് എപ്പോഴും നമുക്ക് വീടിനകത്തൊരു പോസിറ്റീവ് എനർജി കിട്ടാനും ഒരു ഗ്രീനിഷ് ലുക്ക് കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ വളർത്തുന്നത്. എല്ലാ പ്ലാന്റ്സുകളും നമുക്കിങ്ങനെ അകത്ത് വളർത്താൻ പറ്റില്ല കേട്ടോ. അധികം വാട്ടറിങ് ആവശ്യമില്ലാത്തതും സൺലൈറ്റ് ആവശ്യമില്ലാത്തതും ആയിട്ടുള്ള ചെടികൾ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും സൂട്ടബിളായി തോന്നുന്നത് ZZ പ്ലാന്റ്, സാൻസവേരിയയിൽ ബെറ്റർ സ്നേക്ക് പ്ലാന്റുകൾ, പിന്നെ മണി പ്ലാന്റ്, ലക്കി ബാമ്പു, ഇവയൊക്കെയാണ് അകത്ത് വളർത്താൻ പറ്റിയ ചെടികൾ. മറ്റുള്ള പാംസും അഗ്ലോണിമാസൊക്കെ വളർത്താം, പക്ഷേ അവയ്ക്കൊക്കെ ഒരു മാസം കഴിയുമ്പോൾ ഒരു ഹെൽത്തി ലുക്ക് അങ്ങോട്ട് മാറും. അപ്പോൾ അതൊക്കെ ഈ ബാൽക്കണിയിൽ വെക്കാം, പിന്നെ സിറ്റ് ഔട്ടിൽ വെക്കാനൊക്കെ ഓക്കെയാണ് അഗ്ലോണിമാസും ഈ പാംസുകളൊക്കെ. മറ്റേ ZZ പ്ലാന്റൊക്കെ ബെറ്ററാണ് ബിഗിനേഴ്സിന്. പ്ലാന്റ്സുകളൊക്കെ എപ്പോഴും നല്ല ഗ്ലോസി ആയിട്ടിരിക്കാൻ വേണം, നല്ല വൃത്തിയും നല്ല ഗ്രീനിഷ് ആയിട്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഫീല് നമുക്ക് കിട്ടുക. അപ്പം നമുക്ക് ഈ ഇലകളൊക്കെ എങ്ങനെ ഗ്ലോസി ആയിട്ടിരിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പഴയ ചെടിച്ചട്ടിയിൽ പുറത്ത് വെച്ചിരിക്കുന്ന ഒരു ചെടിയാണ് എടുത്ത് ZZ പ്ലാന്റിൻ്റെ ഒരു ചെടിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. കണ്ടോ, അതിൻ്റെ ഇലയിലൊക്കെ പൊടികൾ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു എനർജി ഫീൽ ചെയ്യില്ലല്ലോ. അപ്പോൾ നമ്മളത് ക്ലീൻ ചെയ്യണത് എങ്ങനെയൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഇലകളൊക്കെ നമ്മൾ ആദ്യം വൃത്തിയാക്കി എടുക്കണം. അതിന് കുറച്ച് പച്ചവെള്ളത്തിൽ നമ്മൾ ഇലകളെല്ലാം തുടച്ച് വൃത്തിയാക്കി തന്നെ വേണം. ഓരോ ഇലയും തുടച്ച് ക്ലീൻ ചെയ്തെങ്കിൽ മാത്രമേ അത് നല്ല ഭംഗിയായിട്ട് വരുള്ളൂ. എന്നിട്ട് വെള്ളത്തിൽ തുടച്ച് ഉണങ്ങിയതിന് ശേഷം പിന്നെ നമുക്കൊരു കാര്യം കൂടി ചെയ്യണം. അപ്പോഴാണ് ഇത് ഗ്ലോസി ആയിട്ട് കിട്ടുള്ളൂ. ചെടി നന്നായി തുടച്ച് ഉണങ്ങി അതിൻ്റെ തണ്ടും ഇലയൊക്കെ നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ പാല് 1/2 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് പാലിലേക്ക് 1/2 കപ്പ് വെള്ളവും ഒഴിച്ചിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് നല്ല ഗ്ലോസി ലുക്ക് കിട്ടും. അപ്പോൾ അതിന് നമുക്കത് സ്പ്രേ ചെയ്ത് കാണിച്ചു തരാം. അരക്കപ്പ് പാല് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാലെടുക്കാം. അത്രയ്ക്ക് തന്നെ വെള്ളവും ചേർത്തിട്ട് ഇലയൊക്കെ നന്നായി സ്പ്രേ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു തുണിയിൽ സ്പ്രേ ചെയ്യണമെന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു തുണിയിൽ മുക്കിയിട്ടായാലും അത് തുടച്ച് ക്ലീനാക്കി എടുക്കാം. അപ്പോൾ അതിനുള്ള നല്ല വ്യത്യാസം കാണാം. ചിലർ കാണാം ഇതിങ്ങനെ ഗ്ലോസി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ തേക്കുന്നു പറഞ്ഞേക്കാം. അത് ഒരിക്കലും ചെയ്യരുത്. വെളിച്ചെണ്ണ തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒരു കോട്ടിങ് വരും. എന്നിട്ട് അതിന് വേണ്ടത്ര ഇലകൾക്ക് ഭക്ഷണം പാചകം ചെയ്യാനൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതാണെങ്കിൽ ഒരു നല്ല ഫെർട്ടിലൈസറാണ്. ഇലകൾക്ക് നല്ല ഗ്രീനിഷ് ലുക്ക് കിട്ടാനും ഗ്ലോസി ആയിട്ടിരിക്കാനും എല്ലാത്തിനും ഈ പാലാണ് യൂസ് ചെയ്യേണ്ടത്. പാല് ഉപയോഗിക്കുമ്പോൾ കുറച്ച് നേരത്തേക്ക് അകത്തൊരു മണം ഉണ്ടാവും കേട്ടോ. അത് കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും. പക്ഷേ ചെടികൾക്ക് എപ്പോഴും നല്ലത് ഇങ്ങനെ തന്നെ ചെയ്യുന്നതാണ്. തുണിയിലും ഞാൻ അല്പം പാല് സ്പ്രേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തുണി കൊണ്ട് ഞാൻ നന്നായി തുടച്ചെടുക്കുക ചെയ്യണത്. ഇപ്പം നമ്മൾ അകത്ത് വെച്ച് വൃത്തിയായിരിക്കണ ഒരു ചെടിക്കാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് തുടച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അതിപ്പോൾ ഞാനൊരു അഴുക്കായിരിക്കുന്ന ഒരു ചെടീനെ കാണിച്ചു തന്നതല്ലേ. അപ്പം അതിന് നന്നായി ക്ലീൻ ചെയ്തിരിക്കുക വേണം. ഇപ്പം അകത്ത് ഫ്രഷ് ആയിരിക്കുന്നതാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അത് ഗ്ലോസി ആയിട്ട് തന്നെ ഇരിക്കും. ഇപ്പം എൻ്റെ കയ്യിലുള്ള സെൽഫ് വാട്ടറിങ് പോട്ട്സിൽ എങ്ങനെയാണ് ചെടി സെറ്റ് ചെയ്യുമെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് അകത്തൊരു പാത്രം വയ്ക്കണം, അങ്ങനത്തെ രീതിയിലുള്ള പോട്ടാണ്. അപ്പോൾ ഈ പാത്രം അകത്തേക്ക് വെക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഒന്ന് ചെരിവ് വരെ ഇങ്ങനെ ചെറുതായി ചെരിഞ്ഞിരിക്കാറുണ്ട്. അപ്പോൾ ഈ പാത്രം ഇങ്ങനെ ചെരിഞ്ഞിരിക്കാതിരിക്കാനും പിന്നെ അതിലത്തെ വെള്ളം നമുക്ക് അബ്സോർബ് ചെയ്തിരിക്കാനും വേണ്ടിയിട്ട് ഞാനിപ്പോൾ എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ചെടി വയ്ക്കാനുള്ള പോട്ടിലാണ് ഞാൻ മണ്ണിടണത്. ഇതിൽ മണൽ മണ്ണാണ് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. ഇപ്പം ഞാൻ ആ വലിയ പോട്ടിലേക്ക് മണലിടണ്. മണലല്ലെങ്കിൽ അതിന് പകരം ചകിരിച്ചോറായാലും ഇടാം കേട്ടോ. ചകിരിച്ചോറാകുമ്പോൾ കുറച്ച് കനം കുറവുണ്ടാവും നമുക്ക് നീക്കി വയ്ക്കാനായിട്ട്. മണൽ മണ്ണാണ് ഇപ്പം ഞാൻ യൂസ് ചെയ്യണത്. ആ മണൽ മണ്ണിട്ടൊന്ന് നിരപ്പാക്കി സെറ്റാക്കിയതിന് ശേഷം നമ്മൾക്ക് ഉള്ളിൽ വെക്കേണ്ട പാത്രം അതിൽ മേലെ വെക്കുക വേണ്ടത്. അത് വെക്കുമ്പോഴെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അല്പം
ഉയർന്നു നിൽക്കുന്ന രീതിയിലാണ് ഞാൻ വെക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പാത്രങ്ങൾ ഇപ്പം റെഡിൽ നിന്ന് എടുത്തിട്ട് എൻ്റെ കയ്യിൽ പല കളറുണ്ട്, റെഡ് ഉണ്ട്, ആഷ് ഉണ്ട്. അപ്പോൾ പാത്രം അതിൽ നിന്ന് മറ്റേതിലേക്ക് മാറ്റാനൊക്കെ എളുപ്പം ഇങ്ങനെ വെക്കുമ്പോഴാണ്. അപ്പം നമ്മൾ ഈ ചട്ടിയിലൊക്കെ സ്റ്റോൺ വെക്കണതൊക്കെ നല്ല ഭംഗിയൊക്കെ തന്നെയാണ്. പക്ഷെ സ്റ്റോൺ വെക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയർ സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ട് വേണം വെക്കാനായിട്ട്. ഇങ്ങനെ കുത്തി നിറഞ്ഞുന്ന രീതിയിൽ കല്ലുകൾ സ്റ്റോൺ ഒരിക്കലും വെക്കാൻ പാടില്ല. പിന്നെ അത് മാത്രമല്ല, ഇലകൾ പൊട്ടി വരുന്ന ചെടികളാണ് വെക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കടോട് കൂടിയും ചേർത്തിട്ട് നമ്മൾ സ്റ്റോൺ വെക്കാൻ പാടില്ല. ഇനിയിപ്പം ഈ പാത്രം ഞാനിങ്ങനെ സെറ്റ് ചെയ്തിരിക്കണ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പല കളറിലുള്ള പാത്രങ്ങളുണ്ടാവും, റെഡും ആഷ് വൈറ്റൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതിങ്ങനെ മാറ്റി വയ്ക്കാൻ കുറച്ച് ഈസിയാണ് ഇതിൽ നിന്ന് എടുക്കാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും, പാത്രം മാറ്റാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഞാനിപ്പോൾ ഇവിടുത്തെ സെൽഫ് വാട്ടറിങ് പോട്ടുണ്ട്, അതിനെക്കുറിച്ചൊന്ന് കാണിച്ചു തരാം. പല രീതിയിലുള്ള സെൽഫ് വാട്ടറിങ് പാത്രങ്ങളുണ്ട്. ഇപ്പോൾ ഇതിലെ സെൽഫ് വാട്ടറിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം അടിയിൽ തങ്ങി നിൽക്കുന്ന രീതിയിലുള്ളതാണ്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊരു കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ അടിയിൽ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊതുക് മുട്ടരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെരിച്ചു കഴിഞ്ഞാൽ അതിലത്തെ വെള്ളം പോവും. ഈ പോട്ട് അകത്ത് വെള്ളമാവില്ല, കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി. ആഴ്ചയിൽ 2 തവണയൊക്കെ ഒഴിക്കണമെങ്കിൽ ശരിക്കും ആഴ്ചയിൽ 2 തവണ നമുക്ക് വാട്ടറിങ്ങിൻ്റെ ആവശ്യമുള്ളൂ, അതും കുറച്ച് ഒഴിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പം മറ്റേ ഗ്യാപ്പുള്ള പോട്ടാണെങ്കിൽ കൊതുക് മുട്ടരാനുള്ള ചാൻസ് കൂടുതലാണ്. ചെടി നടുമ്പോൾ പിന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളൊരു വലിയ പോട്ടിൽ കൊണ്ടുപോയിട്ട് ഒരു ചെറിയ ചെടി വെക്കരുത്, ചെറിയ പോട്ടിൽ കൊണ്ടുപോയിട്ട് ഒരു വലിയ ചെടിയും വെക്കരുത്. ആ പോട്ടിന് അനുയോജ്യമായ രീതിയിൽ വേണം നമ്മൾ ചെടികൾ സെറ്റ് ചെയ്യാനായിട്ട്. എന്നാൽ അതൊരു ഭംഗിയായിട്ട് നമുക്കൊരു നല്ലൊരു ഫീല് തോന്നുള്ളൂ. പിന്നെ അത് ഗ്ലോസി ആയിട്ട് നിർത്താനും ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇൻഡോർ പ്ലാന്റ്സ് സെറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. ഇപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്തോളൂ. പിന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.